മോനെ എന്താ അമ്മ? പൊന്നുമോനെ, മോനിതിന് കൂട്ടു നിൽക്കരുത്. ഈ കോളനി സ്ഥലം ഒഴിപ്പിക്കാൻ പൊന്നുമോനെ നീ കൂട്ടു നിൽക്കരുത്. ഇതെന്റെ സ്ഥലമാണ്. എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കെട്ടി തന്നതാണ് ഇതൊക്കെ. മരിക്കുന്നത് വരെ ഇതൊക്കെ കണ്ടു കഴിയാലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്റെ മോന്റെ അടുത്ത് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പൊ ഇതൊക്കെ ഇടിച്ചു പൊളിക്കാൻ പോണെന്ന് കേട്ടപ്പോ ഉപ്പാട് ചങ്കാണ് മോനെ പൊളിയരുത്. മോൻ കണ്ടിട്ടുണ്ടാ എന്റെ മൂസാനെ? ഇല്ല. ഇതാണ് ഇതിലുണ്ട് അവന്റെ സ്ഥലവും അഡ്രസ്സും ഒക്കെ. മോൻ അവനൊരു എഴുതണം ഉമ്മാനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. ഉമ്മാക്ക് ഇനി പോവാൻ വേറെ ഒരു ഇടവും ഇല്ലെന്ന് മോൻ അവനോട് പറയണം. ഇത് കണ്ട മോനെന്ന് തന്ന വാടക 50 ഉറുപ്പ്യ. ഇതുമ്മ ഇതുപോലെ കൊണ്ട് നടക്കുക. ഇതിന്റെ കുടുംബക്കാരായ ഉമ്മാക്ക് ജീവിതത്തിന് ആകപ്പാട് കിട്ടിയ വാടകയാണ്. ഇന്നലെ രാഹേലിന്റെ അറിയത്തായിരുന്നു കിടപ്പ്. പാതിരായ്ക്ക് അവരെ തൊട്ട് വെള്ളം ചോദിച്ചപ്പോ പോയി പൈപ്പിന്റെ എവിടെന്ന് കുടിക്കാൻ പറഞ്ഞു. ആ വരവാ. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെളി കിടത്തിയിരിക്കുന്നത്? ഒന്ന് പിടിച്ചേ. അതോ സ്വാമി വേണ്ട, തൊട്ട് പോരുന്ന റാവുത്തർ പറഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ ഒന്ന് അവരെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ട് പോയിക്കോട്ടെ. അതിനാളുകൾ കടത്തിരിക്കുന്നത്. വേണ്ട സ്വാമി, വെറുതെ കുഴപ്പമുണ്ടോ? ഈ കാണുന്നതിന്റെയൊക്കെ ഉടമസ്ഥയായ സ്ത്രീ ഒരു കാലത്ത് രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഇവരെ വെറും അനാഥ പ്രയത്തെ കൊണ്ടുപോകും പോലെ വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർക്കൊരു അവകാശമുണ്ട്. അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും ഈ സ്ത്രീ പ്രസവിച്ച മകനാണത്. ആ മകൻ വന്ന് കൊണ്ടുപോകണമെന്ന് ഈ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നേ പറ്റൂ. ആ സേട്ടു എവിടെ ആയാലും, അയാൾ എത്ര വലിയ കൊലകൊമ്പനായാലും ശരി, അയാളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അതുവരെ ഈ ശരീരം ഇവിടെ ഉണ്ടാവണം. ഒരു മുനിസിപ്പാലിറ്റിക്കാരനും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ഞാൻ പോയി കൊണ്ടുവരട്ടെ. പിന്നെ ഇവിടുന്ന് 3 മയ്യത്തെടുക്കേണ്ടി വരും. തള്ളയുടെയും മകന്റെയും പിന്നെ ഇവന്റെയും. ഞാൻ മൂസാ സേട്ടുവിനെ കാണാമെന്ന് കൊച്ചിന്ന്. ഞാൻ മൂസാ സേട്ടു അല്ല. മൂസാ സേട്ടു മരിച്ചുപോയി. ആർക്കാ ഇപ്പൊ മൂസാ സേട്ടുവിനെ കാണേണ്ടത്? പോയി ആ വക്കീലിനെ ചെന്ന് കാണ്. അയാളാ ഇപ്പൊ സേട്ടു. എന്റെ കയ്യിൽ ഒന്നുമില്ല, സ്വന്തം പേര് പോലുമില്ല. കേസ് നടത്തി മൂസാ സേട്ട് പാപ്പനായി. കേസ് വാദിച്ച വക്കീൽ കോടീശ്വരനുമായി. നീ ചിരിക്കണ്ട. മോളിൽ നിന്ന് നീ കളിക്കണ കളിയില് പെറ്റുമ്മ പോലും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ. പിന്നാണോ സ്വത്തും പണമൊക്കെ? പോട്ടെന്ന്, എല്ലാം അങ്ങോട്ട് പോട്ടെ. പക്ഷേ എന്റെ ഉമ്മ
അവസാനത്തെ തരി മണ്ണും കൈവിട്ടു പോകാൻ പോടുന്നറിഞ്ഞപ്പോ അതാർക്കും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് അവിടെ പോയി കാവല് കിടക്കുകയാണ് എന്റെ ഉമ്മ. എന്നാലും സാരമില്ല, ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ. ഉമ്മാടെ മോനെ കുട്ടികള് കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ. അത് മതി, ആ ഒരു സമാധാനം മാത്രം മതി. ചേട്ടു, ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു. ഞാൻ സേട്ടുവിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന്. ഉക്രി ബാങ്ക് വിളിക്കാൻ നേരമായിട്ടാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, أشهد أن لا إله إلا الله. സംശയിക്കേണ്ട റാവുത്തരെ, ഇത് തന്നെയാണ് നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മൂസാ സേട്ടു. കോടീശ്വരൻ, ദുഷ്ടൻ, സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന് നിങ്ങൾ പറയുന്ന മഹാദുഷ്ടൻ. പൊറുക്കില്ല, ദൈവം പോലും പൊറുക്കില്ല. അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ എല്ലാരും കൂടെ ഈ ഉമ്മയോടും മോനോടും ചെയ്തത്.